നമസ്കാരം കൂട്ടുകാരെ, 2015 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം എ സമ്മർ ഡേ യുവർ വോയിസ് എന്ന അതിമനോഹര ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ടൊകാമി ടെറ്റ്സുവോ എന്നുപേരുള്ള പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കഴിഞ്ഞ 5 കൊല്ലമായി തന്റെ ഹൈസ്കൂൾ ഫ്രണ്ടായിരുന്ന യൂക്കയുമായി അവൻ ഡേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ടെറ്റ്സുവോക്ക് യൂക്കക്കുമേൽ കാര്യമായ ഫീലിംഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടോ അവളോട് അടുപ്പം കാണിക്കുവാൻ അവന് സാധിച്ചതുമില്ല. പലപ്പോഴും ഏറെ തണുപ്പം മട്ടിലായിരുന്നു അവൻ അവളോട് ഇടപഴകിയിരുന്നത് പോലും. യൂക്കയും ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അന്നൊരു ദിവസം അവനെയും കാത്ത് അപ്പാർട്ട്മെന്റിലിരുന്ന യൂക്ക അവൻ വന്ന് പതിവ് പോലെ തണുപ്പം മട്ടിൽ സംസാരിച്ചപ്പോ അവനെ ബുദ്ധിമുട്ടിക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. എന്തുകൊണ്ടാണ് ടെറ്റ്സുവോ ഇങ്ങനെ എന്ന് യൂക്കക്ക് അറിയാമായിരുന്നു. ആ ദിവസത്തിനു ശേഷം ടെറ്റ്സുവോ തന്റെ ഗ്രാമത്തിലേക്കൊന്ന് പോകുവാൻ തീരുമാനിക്കുന്നു. വീട്ടിൽ പോയി അമ്മയെ ഒന്ന് കാണണം. ടെറ്റ്സുവോ തന്റെ ഗ്രാമത്തിലേക്കും ശേഷം വീട്ടിലേക്കും എത്തി. തന്റെ അയൽവക്കങ്ങളിലേക്ക് നടന്നു കയറുമ്പോൾ പഴയ കാലത്തിന്റെ ഓർമ്മകൾ ടെറ്റ്സുവോയുടെ ഉള്ളിലേക്ക് ഓടിയെത്താൻ ആരംഭിച്ചു. പഴയകാലത്തിലെ ഓർമ്മകൾ ഉള്ളിലിങ്ങനെ തങ്ങി നിൽക്കുന്നത് കൊണ്ട് അവന് പലപ്പോഴും ഇന്നിൽ ജീവിക്കാൻ സാധിക്കാറുണ്ടായിരുന്നില്ല. അമ്മ അവനുമായി സംസാരിക്കുമ്പോൾ അവന്റെ പഴയ വസ്തുക്കളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു ബോക്സ് അവന് കൈമാറി. ടെറ്റ്സുവോ അതുമായി മുകൾ നിലയിലേക്ക് കയറി. അവൻ ആ ബോക്സ് തുറന്നു നോക്കാൻ ആരംഭിച്ചു. ആ ബോക്സിനകത്തെ വസ്തുക്കൾ അവന്റെ ആദ്യ പ്രണയത്തെ അവന്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ടെറ്റ്സുവോ തന്റെ പഴയ പ്രണയത്തെപ്പറ്റി ഓർത്തുകൊണ്ടേയിരുന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് തിരിയുന്നു. ടെറ്റ്സുവോ ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആയിരുന്ന കാലം. സ്കൂളിൽ നടന്ന ചില ഫൈറ്റിംഗ് പ്രശ്നങ്ങൾ കാരണം പരിക്കേറ്റിരുന്ന ടെറ്റ്സുവോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അതേസമയം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു പേഷ്യന്റിനെ ടെറ്റ്സുവോ ശ്രദ്ധിക്കുകയാണ്. സുന്ദരിയായ പെൺകുട്ടി അവിടെ ഒരു വശത്തിരുന്ന് ബുക്ക് വായിക്കുകയായിരുന്നു. അവളെ വിളിച്ച് സംസാരിക്കാൻ ടെറ്റ്സുവോ ശ്രമം നടത്തിയെങ്കിലും ആ പെൺകുട്ടി അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ തന്നെ അവഗണിക്കുന്ന പോലായിരുന്നു ടെറ്റ്സുവോക്ക് അനുഭവപ്പെട്ടത്. കുറച്ചു കഴിഞ്ഞ് ആ പെൺകുട്ടി ടെറ്റ്സുവോയെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്തു. ടെറ്റ്സുവോക്കാകെ അല്പം വല്ലായ്മ പോലെ തോന്നി. അന്ന് വൈകിട്ട് ഹോസ്പിറ്റൽ ലോബിയിലിരുന്ന് ടെറ്റ്സുവോക്ക് ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കെ ആ പെൺകുട്ടി അവന്റെ സമീപം വന്നിരുന്നു. അവൻ ഗെയിം കളിക്കുന്നതും നോക്കിയിരിക്കാൻ ആരംഭിച്ചു. അവളോട് സംസാരിക്കണം എന്ന് ടെറ്റ്സുവോക്ക് തോന്നി. സംസാരിക്കാൻ ടെറ്റ്സുവോ ശ്രമിക്കുമ്പോഴാണ് അവൾക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാനും സാധിക്കില്ല എന്ന് ടെറ്റ്സുവോ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ താൻ വിളിച്ചത് കേൾക്കാതിരുന്നതെന്നും തന്നെ അവഗണിച്ച് നടന്നുപോയത് എന്നും ടെറ്റ്സുവോ മനസ്സിലാക്കുകയാണ്. അവൾ തന്റെ പേര് തന്റെ കയ്യിലെഴുതി ടെറ്റ്സുവോയെ കാണിച്ചു. മൈക്കോ എന്നായിരുന്നു അത്. ടെറ്റ്സുവോക്ക് അവളോട് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം തോന്നി. അവളോട് സംസാരിക്കാൻ ടെറ്റ്സുവോ ശ്രമിച്ചു. ഗെയിമിലുള്ള അവളുടെ താല്പര്യം കണ്ട് അവൾക്കവൻ ഗെയിം കളിക്കുവാനും കൊടുത്തു. സംസാരിക്കാൻ കഴിയുന്ന പോലെ ആംഗ്യഭാഷയും മറ്റും ഇടകലർത്തി അവരിരുവരും സംസാരിച്ചു. എന്തെന്നില്ലാത്തൊരു ബോണ്ടിങ് അവർക്കിടയിൽ ഉരുത്തിരിയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ടെറ്റ്സുവോയെ കാണുവാൻ സ്കൂളിലെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ വന്നിരുന്നു. ആ കൂട്ടത്തിൽ യൂക്കയും ഉണ്ടായിരുന്നു. യൂക്കയാണ് പ്രസന്റിലെ ടെറ്റ്സുവോയുടെ ഗേൾഫ്രണ്ട്. അവരൊന്നിച്ച് സംസാരിച്ചിരിക്കെ മൈക്കോ അങ്ങോട്ടേക്ക് വന്നു. ടെറ്റ്സുവോയെ നോക്കി നിൽക്കാൻ ആരംഭിച്ചു. ടെറ്റ്സുവോക്കും മൈക്കോക്കുമിടയിൽ എന്തൊക്കെയുണ്ട് എന്ന തരത്തിൽ ഫ്രണ്ട്സ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ് അത് പറഞ്ഞ് ടെറ്റ്സുവോയെ ചെറിയ തോതിൽ കളിയാക്കാനും ശ്രമിച്ചു. പക്ഷേ ടെറ്റ്സുവോ അവരോടൊന്നും വിട്ടുപറഞ്ഞില്ല. മൈക്കോ പുറത്തേക്ക് പോയ വഴിയിൽ ടെറ്റ്സുവോ അങ്ങോട്ടേക്ക് പോയി. ഇതൊക്കെ കണ്ട് ടെറ്റ്സുവോയെ ഉള്ളിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന യൂക്കക്ക് വല്ലാത്ത അസൂയൊക്കെ തോന്നുന്നുണ്ട്. മട്ടുപാവിൽ ഇരിക്കുകയായിരുന്ന മൈക്കോയുടെ അടുത്തേക്ക് ടെറ്റ്സുവോ ചെന്നെത്തി. മൈക്കോ അവിടെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ടെറ്റ്സുവോ കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കുന്നത് കൊണ്ട് തന്റെ ഒപ്പം ചിലവഴിക്കാൻ അവന് സമയമുണ്ടാവില്ല എന്നൊക്കെ അവൾ ആ സമയം ചിന്തിച്ചിരുന്നു. അവർ പരസ്പരം മൈക്കോയുടെ കയ്യിലെ ഡിവൈസ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് സംസാരിച്ചു. ആരെപ്പോഴുണ്ടെങ്കിലും മൈക്കോക്കൊപ്പം ചിലവഴിക്കാൻ തനിക്ക് സമയമുണ്ടാകും എന്ന് ടെറ്റ്സുവോ അവളോട് പറഞ്ഞു. ഗെയിമിൽ നമുക്കൊരു ടീമുണ്ടാക്കാമെന്നും നമുക്കൊന്നിച്ച് കളിക്കാമെന്നും ടെറ്റ്സുവോ അവളോട് കൂട്ടിച്ചേർത്തു. അവർ സംസാരിച്ചിരിക്കെ യൂക്ക അങ്ങോട്ടേക്ക് കടന്നു വന്നു. ടെറ്റ്സുവോയോട് തങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ താൻ മൈക്കോക്ക് കമ്പനി കൊടുക്കുകയാണെന്നും താൻ വന്നോളാം എന്നും പറഞ്ഞ് യൂക്കയെ ടെറ്റ്സുവോ പറഞ്ഞയക്കുകയായിരുന്നു. യൂക്കക്ക് വല്ലാത്ത അസൂയ തോന്നി. എങ്കിലും ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് പോയി. യൂക്ക ടെറ്റ്സുവോയെ വൺ സൈഡായി പ്രണയിക്കുന്നുണ്ടായിരുന്നെങ്കിലും ടെറ്റ്സുവോ തിരികെ അവളെ ഒരു ഫ്രണ്ടായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. അന്ന് സന്ധ്യയ്ക്ക് മൈക്കോ ടെറ്റ്സുവോയെ തന്റെ ഹൈഡൌട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇരുന്ന് ആകാശം നോക്കിക്കാണൽ അവളുടെ വിനോദമായിരുന്നു. അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും സമയം ചിലവിടുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ടെറ്റ്സുവോയുടെ മനസ്സിൽ അവളോട് ഫീലിംഗ്സ് വളരുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ടെറ്റ്സുവോ അത്തരത്തിൽ ഫീലിംഗ്സ് അനുഭവിക്കുന്നത്. മൈക്കോയെ സംബന്ധിച്ചാണെങ്കിൽ മൈക്കോ
മൈക്കോക്ക് ഇതിനു മുമ്പ് ജീവിതത്തിൽ സുഹൃത്തുക്കളെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെറ്റ്സുവോയുമായുള്ള സൗഹൃദവും സംസാരവും ഒക്കെയും അവൾക്കും വളരെ പുതുമ നിറഞ്ഞതായിരുന്നു. ടെറ്റ്സുവോയെ അവളും കാര്യമായി കരുതി തുടങ്ങി. ഹോസ്പിറ്റൽ വിട്ടുപോകാൻ ഇരുവർക്കും അനുവാദമില്ലെങ്കിലും ടെറ്റ്സുവോയോട് ഒന്നിച്ച് പുറത്തുപോയാലോ എന്നൊക്കെ അവൾ ചോദിച്ചു. ആരും കാണാതെ അവർ പുറത്ത് കടക്കുകയും ചെയ്തു. ഒരുമിച്ചുള്ള ആ നിമിഷങ്ങൾ അത്രയും അവർക്കേറെ പ്രിയപ്പെട്ടതായി മാറി. രണ്ടുപേരുടെയും ഉള്ളിൽ വല്ലാത്തൊരടുപ്പം രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ അന്ന് അങ്ങനെ ഒന്നിച്ച് ഹോസ്പിറ്റൽ വിട്ടു പോയതിന്റെ പേരിൽ മൈക്കോക്ക് മൈക്കോയുടെ അമ്മയുടെ അടുത്ത് നിന്ന് നല്ല വഴക്ക് കേട്ടു. ടെറ്റ്സുവോയും അത് നോക്കിക്കണ്ടിരുന്നു. അന്ന് ടെറ്റ്സുവോയും മൈക്കോയും സംസാരിക്കുമ്പോ മൈക്കോ തന്റെ ഉള്ളിൽ തോന്നിയ കാര്യം ടെറ്റ്സുവോയോട് ചോദിച്ചു. നമ്മുടെ ഈ കൂട്ടുകെട്ടൊക്കെ നീ ഡിസ്ചാർജ് ആവുന്ന വരെയല്ലേ ഉള്ളൂ. നീ ഡിസ്ചാർജായി പോയി കഴിഞ്ഞാ എന്നെ മറന്നുകളയില്ലേ? പക്ഷേ ടെറ്റ്സുവോ പറഞ്ഞു, ഒരിക്കലുമില്ല. ഞാൻ ഡിസ്ചാർജായി പോയാലും എന്നും നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരും. ഞാൻ നിനക്ക് വാക്ക് തരികയാ. ഞാനൊരിക്കലും എന്റെ വാക്ക് തെറ്റിക്കാറില്ല. മൈക്കോക്ക് അത് കേട്ട് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. താൻ വീണ്ടും തനിച്ചാവില്ലല്ലോ എന്ന ആശ്വാസം കലർന്ന ഒരു സന്തോഷം. മറുവശത്ത് മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നു. മൈക്കോക്ക് ഒരുതരം ഗുരുതര രോഗമാണ്. മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗം. എപ്പോൾ വേണമെങ്കിലും അവൾ മരണപ്പെട്ടേക്കാം. ആശുപത്രി വിട്ടുപോകുവാൻ അവൾക്ക് അനുവാദമില്ല. ചെറുപ്പം തൊട്ടേ അവൾ സ്കൂളിൽ പോവുകയോ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. മൈക്കോ ആ കാര്യങ്ങൾ ടെറ്റ്സുവോയോട് തുറന്ന് സംസാരിച്ചു. സ്കൂളിൽ പോവാത്തതുകൊണ്ട് മൈക്കോക്ക് വേറെ സുഹൃത്തുക്കളും ഉണ്ടായിട്ടില്ല. മൈക്കോ ഇതൊക്കെ പറയുമ്പോഴും അവളുടെ അസുഖം എത്രത്തോളം സീരിയസ് ആണ് എന്ന് ടെറ്റ്സുവോ ചിന്തിച്ചിരുന്നില്ല. വൈകാതെ രോഗം ഭേദപ്പെട്ട് അവളും ഡിസ്ചാർജ് ആവും എന്നൊക്കെയായിരുന്നു അവൻ കരുതിയിരുന്നത്. വൈകാതെ ടെറ്റ്സുവോ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി. പക്ഷേ പുറത്തെത്തിയിട്ടും അവന്റെ ചിന്തകളിൽ മൈക്കോ ആയിരുന്നു. മൈക്കോയെ എങ്ങനൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റും എന്നതിനെപ്പറ്റി അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അവളെ കൂടുതൽ എനർജറ്റിക് ആക്കുവാൻ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം എന്നതിനെപ്പറ്റിയും അവൻ ആലോചിച്ചു. അന്ന് സ്കൂൾ കഴിഞ്ഞു വരുമ്പോൾ മൈക്കോയെ കാണാൻ പോകണം എന്നവൻ തന്റെ സുഹൃത്തുക്കളോട് പറയുകയാണ്. പിന്നാലെ അവൻ ആശുപത്രിയിലേക്ക് പോവാനായി തിരിഞ്ഞതും മുമ്പ് ടെറ്റ്സുവോയെ തല്ലി പരിക്കേൽപ്പിച്ച സ്കൂളിലെ ബുള്ളീസായ കുട്ടികൾ വീണ്ടും അവനെ ആക്രമിച്ചു. ഫൈറ്റിൽ ടെറ്റ്സുവോയ്ക്ക് പരിക്കേറ്റു. എന്നിരുന്നാലും അവൻ ആ അവശതയിലും മൈക്കോയെ കാണുവാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷേ അങ്ങനെ അവശതയിൽ എത്തിയപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. പുറത്തെത്തിയ മൈക്കോയെ അവിടുത്തെ നഴ്സ് കാണുന്നുണ്ട്. സമയം ഇത്രയും ഒരുപാട് വൈകിയില്ലേ? മൈക്കോയെ ഇന്നിനി കാണാൻ പറ്റില്ല. നീ പോയിട്ട് നാളെ വാ എന്ന് നഴ്സ് അവനോട് പറയുകയാണ്. മൈക്കോയുടെയും ടെറ്റ്സുവോയുടെയും റിലേഷനെ പറ്റി ആ നഴ്സിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെ സഹായിക്കണം എന്നും ആ നഴ്സ് ആഗ്രഹിച്ചിരുന്നു. മറുവശത്ത് മൈക്കോ ആകട്ടെ തന്റെ ഹൈഡൌട്ടിൽ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ടെറ്റ്സുവോ അന്ന് വന്നില്ലല്ലോ. ടെറ്റ്സുവോ പ്രോമിസ് ചെയ്തെങ്കിലും അവനതൊക്കെ മറന്നു കളഞ്ഞു എന്നായിരുന്നു മൈക്കോ ചിന്തിച്ചത്. അടുത്ത ദിവസം പകലിൽ ടെറ്റ്സുവോയെ കണ്ട നഴ്സ് മൈക്കോയുടെ അടുത്തെത്തി. ടെറ്റ്സുവോ തലേന്ന് അവശതയിൽ വന്ന കാര്യവും അവനവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതുമൊക്കെയും എഴുതി കാണിച്ച് അവളോട് പങ്കുവച്ചു. നഴ്സിന്റെ വാക്കുകൾ മൈക്കോയെ അത്രമേൽ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. അടുത്ത ദിവസം ടെറ്റ്സുവോ മൈക്കോയെ കാണാനെത്തി. ഹോസ്പിറ്റലിന് പുറത്തുനിന്നും അകത്തുനിന്നുമായി അവർ സംസാരിച്ചു. ബോർഡിൽ എഴുതിയായിരുന്നു മൈക്കോ തനിക്ക് പറയാനുള്ളത് അവനോട് പങ്കുവെച്ചത്. തലേന്ന് വരാൻ സാധിക്കാതിരുന്നതിന് ടെറ്റ്സുവോ അവളോട് ക്ഷമ ചോദിച്ചു. ഈ സമയം മൈക്കോയുടെ അമ്മ അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവരുടെ സംസാരം തടസ്സപ്പെടുത്തി മൈക്കോയെ ജനലരികിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. പിന്നാലെ ആ ജനൽ അവർ അടയ്ക്കുകയും ചെയ്തു. ടെറ്റ്സുവോ മൈക്കോയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതങ്ങനെ തുടർന്നാൽ തന്റെ പ്രണയം സാഫല്യമാവില്ലല്ലോ എന്നതുമൊക്കെ യൂക്കയെ വല്ലാതെ നിരാശയിലാഴ്ത്തിയിരുന്നു. അതുകൊണ്ട് മൈക്കോയെ നേരിൽ ചെന്ന് കണ്ട് സംസാരിക്കുവാൻ യൂക്ക തീരുമാനിക്കുകയാണ്. യൂക്ക അങ്ങനെ മൈക്കോയുടെ മുമ്പിലെത്തി. മൈക്കോ ടെറ്റ്സുവോയെ പ്രണയിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ നിർത്തുവാനും അതവനെ ഭാവിയിൽ വല്ലാതെ ദുഃഖിപ്പിക്കുകയുള്ളൂവെന്നും യൂക്ക മൈക്കോയോട് പറഞ്ഞു. മറുവശത്ത് ടെറ്റ്സുവോ ആകട്ടെ ഹോസ്പിറ്റലിന്റെ വെളിയിൽ മൈക്കോയോട് സംസാരിക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യൂക്കോ അത് നോക്കിക്കാണുന്നുണ്ട്. യൂക്ക പറഞ്ഞതൊക്കെയും കേട്ടതും മൈക്കോ ദുഃഖത്തോടെ വിതുമ്പിക്കരയാൻ ആരംഭിച്ചു. യൂക്ക പറഞ്ഞതൊക്കെയും ശരിയാണ് എന്ന രീതിയിലായിരുന്നു മൈക്കോയും ചിന്തിച്ചത്. താൻ കാരണം ടെറ്റ്സുവോ ഒരിക്കലും ദുഃഖിക്കരുത് എന്നവൾ മനസ്സിൽ കരുതി. ടെറ്റ്സുവോയോട് സംസാരിക്കുവാൻ അതോടെ മൈക്കോ തയ്യാറായില്ല. അവൾ ആ ജനൽ കർട്ടൻ വലിച്ചടച്ചു. ടെറ്റ്സുവോയെ നോക്കിക്കണ്ടാൽ തന്റെ മനസ്സ് മാറിപ്പോകുമോ എന്ന് മൈക്കോ ഭയപ്പെട്ടിരുന്നു. മൈക്കോയുടെ പാരന്റ്സും അവളുടെ ആരോഗ്യാവസ്ഥയിൽ വലിയ ദുഃഖിതരായിരുന്നു. രോഗം മാറി അവൾ ജീവിതത്തിലേക്ക് തിരികെ വരണം എന്നവർ ആഗ്രഹിക്കുമ്പോഴും അവളുടെ രോഗത്തിന് പറ്റിയ ശരിയായ ട്രീറ്റ്മെന്റ് അവൾക്ക് ലഭിക്കുന്നില്ല എന്നും അവർക്കറിയാമായിരുന്നു. അന്ന് മൈക്കോയുടെ അമ്മ അവളുടെ ഡയറി കണ്ടു. അതിലവൾ ടെറ്റ്സുവോയെ
പറ്റി എഴുതിയിരിക്കുന്നത് മുഴുവൻ വായിച്ചു. മൈക്കോ ടെറ്റ്സുവോയെ എത്രമേൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ അമ്മ തിരിച്ചറിയുകയായിരുന്നു. തന്റെ മകളുടെ മനസ്സ് മനസ്സിലാക്കിയ ആ അമ്മയ്ക്ക് ടെറ്റ്സുവോയെയും മൈക്കോയെയും അകറ്റാൻ സാധിക്കുമായിരുന്നില്ല. അവർക്ക് സംസാരിക്കാനും അവരുടെ സ്നേഹം പോത്തുലയാനും വേണ്ട സൗകര്യങ്ങൾ ആ അമ്മ ചെയ്തു കൊടുക്കാൻ ആരംഭിച്ചു. രോഗാവസ്ഥയിൽ കഴിയുന്ന തന്റെ മകളെ ചിരിപ്പിക്കാൻ സാധിക്കുന്ന, സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി ടെറ്റ്സുവോ മാത്രമാണ് എന്ന് ആ അമ്മ മനസ്സിലാക്കിയിരുന്നു. അന്ന് മൈക്കോ വീണ്ടും ഹോസ്പിറ്റലിന് വെളിയിലെത്തിയ ടെറ്റ്സുവോയുമായി ബോർഡിലൂടെ എഴുതി സംസാരിച്ചു. മീറ്റ് ചെയ്യുവാൻ അമ്മയുടെ അനുവാദവും അവർക്ക് കിട്ടി. അങ്ങനെ ടെറ്റ്സുവോയും മൈക്കോയും വീണ്ടും മീറ്റ് ചെയ്യുകയാണ്. ബർത്ത്ഡേക്ക് മൈക്കോ തന്നെ പുറത്തു കൊണ്ടുപോകാമോ എന്ന് ടെറ്റ്സുവോയോട് ചോദിച്ചു. പുറത്തു പോകാൻ അമ്മയുടെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് എന്നും അവൾ പറഞ്ഞു. ടെറ്റ്സുവോയ്ക്കും അതിലേറെ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മൈക്കോയുടെ ബർത്ത്ഡേ ദിവസം ടെറ്റ്സുവോ അവളുമായി പുറത്ത് കറങ്ങാനിറങ്ങി. ആ സമയം കടൽ കാണാനുള്ള തന്റെ ആഗ്രഹം അവൾ അവനോട് പറയുകയാണ്. അണിഞ്ഞൊരുങ്ങി ഏറെ സുന്ദരിയായി വന്ന അവളെ ടെറ്റ്സുവോ തന്റെ സൈക്കിളിൽ കയറ്റി നേരെ കടപ്പുറത്തേക്ക് ചവിട്ടിവിട്ടു. ബീച്ചിൽ അവർ ഒന്നിച്ച് ഒരുപാട് സമയം ചിലവഴിച്ചു. ഫോട്ടോസ് എടുത്തു, സംസാരിച്ചു. മൈക്കോയെ സംബന്ധിച്ച് പുറത്ത് ചിലവിടുന്ന പ്രിയപ്പെട്ട ഒരാളുടെ ഒപ്പം സന്തോഷത്തോടെ കൊണ്ടാടുന്ന അവളുടെ ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു അത്. പിന്നീട് അവിടെ ഒരു പാറക്കൂട്ടത്തിന് മുകളിലിരുന്ന് അവർ സംസാരിക്കുമ്പോൾ അവൻ അവൾക്കായി ഒരു ഗിഫ്റ്റ് എടുത്ത് നീട്ടി. അതൊരു മോതിരമായിരുന്നു. തന്റെ കയ്യിൽ അണിയിച്ചു തരാൻ അവൾ ആവശ്യപ്പെട്ടു. അവൻ അതുപോലെ ചെയ്തു. ടെറ്റ്സുവോ തന്നെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു എന്ന് മൈക്കോയും തിരിച്ചറിയുകയായിരുന്നു. പിന്നീട് ടെറ്റ്സുവോ ഇരിക്കുമ്പോ മൈക്കോ എഴുന്നേറ്റ് കുറച്ചങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് വയ്യായ്ക വന്ന് അവൾ കുഴഞ്ഞു വീണു. ടെറ്റ്സുവോ ഓടി അവളുടെ അടുത്തെത്തി. നോക്കുമ്പോ അവൾ അവനെ പറ്റിച്ചതായിരുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ട് ടെറ്റ്സുവോ അവൾക്കടുത്തേക്ക് ചെന്നു. അവളെ ചുംബിച്ചു. മൈക്കോയും അവനെ തിരികെ ചുംബിക്കുന്നുണ്ടായിരുന്നു. ഇരുവരുടെയും ജീവിതത്തിലെ ആദ്യ ചുംബനം. തങ്ങളുടെ ഉള്ളിലെ പ്രണയം പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ പോലും ഇരുവരും പരസ്പരം മനസ്സിലാക്കുകയായിരുന്നു. അവളുടെ എല്ലാ കഷ്ടതയിലും അവളുടെ കൂടെ നിൽക്കുവാൻ ടെറ്റ്സുവോ ആഗ്രഹിച്ചു. രാത്രി വൈകുന്നിടം വരെ അവർ ഒന്നിച്ച് സമയം ചിലവഴിച്ചിരുന്നു. മൈക്കോയെ തന്റെ പുറത്ത് ചുമന്നായിരുന്നു ടെറ്റ്സുവോ ആശുപത്രിയിലേക്ക് മടങ്ങിയെത്തിയത്. അപ്പോഴേക്കും അവരെ കാണാതെ മൈക്കോയുടെ പാരന്റ്സ് വറീഡായി ആശുപത്രിക്ക് വെളിയിലുണ്ടായിരുന്നു. ടെറ്റ്സുവോ മൈക്കോയുമായി അവർക്ക് മുമ്പിലേക്കെത്തി. മൈക്കോയുടെ അച്ഛന് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ടെറ്റ്സുവോയോട് ദേഷ്യപ്പെടുകയും അവനെ പിടിച്ച് തള്ളുകയും ചെയ്തു. മൈക്കോയുടെ അമ്മ അവനോട് ക്ഷമ ചോദിച്ചു. മൈക്കോയെ അവർ പിടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഉണ്ടായി. അടുത്ത ദിവസം മൈക്കോയെ കാണുവാൻ ടെറ്റ്സുവോ ആശുപത്രിയിൽ ചെന്നു. പക്ഷേ അപ്പോഴാണ് മൈക്കോയെ ആ ആശുപത്രിയിൽ നിന്ന് മാറ്റി എന്ന വിവരം അവൻ അറിയുന്നത്. പരിചയമുള്ള നഴ്സ് അവനെ സഹായിച്ചു. ഏത് ആശുപത്രിയിലേക്കാണ് മൈക്കോയെ മാറ്റിയത് എന്നവർ അവന് എഴുതി കൊടുത്തു. മൈക്കോയ്ക്ക് ഒരു കത്ത് കൊടുക്കുവാൻ ആ ആശുപത്രിയിലേക്ക് ടെറ്റ്സുവോ ചെന്നെങ്കിലും അവിടുണ്ടായിരുന്ന മൈക്കോയുടെ അച്ഛൻ മൈക്കോയെ കാണുന്നതിൽ നിന്നും അവൾക്ക് ലെറ്റർ കൊടുക്കുന്നതിൽ നിന്നും അവനെ തടഞ്ഞു നിർത്തി. ടെറ്റ്സുവോ മൈക്കോയെ അവളുടെ ട്രീറ്റ്മെന്റിൽ നിന്നും തടഞ്ഞു നിർത്തുവാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയായിരുന്നു അവളുടെ അച്ഛൻ ചിന്തിച്ചത്. മൈക്കോക്കൊപ്പം പുറത്തൊക്കെ പോയാൽ തന്റെ മകൾ കൂടുതൽ രോഗിയായി മാറും എന്ന പരിഭ്രമമായിരുന്നു ആ അച്ഛൻ ഉണ്ടായിരുന്നതും. പക്ഷേ മൈക്കോയുടെ അമ്മയ്ക്ക് എല്ലാം അറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് അമ്മ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ടെറ്റ്സുവോ സ്ഥിരം പ്രാർത്ഥിക്കാൻ പോകും. മൈക്കോ ആശുപത്രി വിട്ട് പോകുവാനായി അവൻ മനമുരുകി പ്രാർത്ഥിക്കും. ടെറ്റ്സുവോ മൈക്കോക്ക് കൊടുക്കാൻ കത്ത് അവളുടെ അമ്മയെ ഏൽപ്പിച്ചു. മയങ്ങുകയായിരുന്ന മൈക്കോ എഴുന്നേറ്റപ്പോൾ ആ കത്ത് അമ്മ അവൾക്കും കൈമാറി. മൈക്കോയുടെ സന്തോഷം നോക്കി കാണേണ്ടത് തന്നെയായിരുന്നു. ടെറ്റ്സുവോ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ടേയിരുന്നു. മൈക്കോയെ കാണുവാൻ ഓരോ ദിവസവും ആശുപത്രി കോമ്പൗണ്ടിലേക്ക് അവൻ വന്നു. ഒരു ദിവസം അവൾ എഴുന്നേറ്റ് അവൻ വന്നപ്പോൾ വിൻഡോ സൈഡിലേക്ക് വന്നു നിന്നു. അവനെ നോക്കി കൈവീശി. മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നവൻ ചോദിച്ചപ്പോൾ നാളെ മീറ്റ് ചെയ്തോളൂ എന്ന് അവളുടെ അമ്മ അവൾക്ക് അനുവാദം നൽകി. അടുത്ത ദിവസം മൈക്കോയെ കാണാൻ പോവാനുള്ളതുകൊണ്ട് ടെറ്റ്സുവോ നന്നായി അണിഞ്ഞൊരുങ്ങി. മൈക്കോയുടെ അമ്മയും അവളെ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തന്റെ സൈക്കിളും എടുത്ത് മൈക്കോയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേഗത്തിൽ ടെറ്റ്സുവോ ആശുപത്രി ലക്ഷ്യമാക്കി ചവിട്ടാൻ തുടങ്ങി. പക്ഷേ അന്നും അവനെതിരെ പഴയ ബുള്ളി ഗ്യാങ് വന്നു. അവർ അവനെ പിടികൂടി മർദ്ദിക്കാൻ ആരംഭിച്ചു. ടെറ്റ്സുവോ അവശനിലയിലേക്ക് എത്തിയിരുന്നു. ഒടുവിൽ ടെറ്റ്സുവോയുടെ കൂട്ടുകാരെത്തിയായിരുന്നു അവനെ രക്ഷപ്പെടുത്തിയത്. അവശനിലയിലായെങ്കിലും മൈക്കോയെ കാണുവാൻ ടെറ്റ്സുവോ ആശുപത്രിയിലേക്ക് ചെന്നു. സമയം ഏറെ വൈകിയിരുന്നു. പരിക്കേറ്റതുകൊണ്ടുള്ള വയ്യായ്കയും അവനുണ്ടായിരുന്നു. ആശുപത്രി കോമ്പൗണ്ടിലെത്തിയതും ഏറെ അവശനായിരുന്ന അവൻ അവിടെ കുഴഞ്ഞു വീണു. അന്ന് മൈക്കോയെ കാണുവാൻ അവൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നതാണ്.
പക്ഷേ അബോധാവസ്ഥയിൽ കോമ്പൗണ്ടിൽ വീണുകിടന്ന അവന് അത് സാധിച്ചതേയില്ല. ആരൊക്കെയോ അവനെ ആ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പിറ്റേന്നായിരുന്നു ടെറ്റ്സുവോക്ക് ബോധം തെളിഞ്ഞത്. തന്റെ തൊട്ടരികത്ത് മൈക്കോ ഇരിക്കുന്ന കണ്ട് അവന് വലിയ സന്തോഷം തോന്നി. മൈക്കോ അവന്റെ അടുത്ത് ചെന്ന് അവന്റെ മുഖത്ത് തൊട്ടു. അവനെ താൻ ഒരുപാട് മിസ് ചെയ്തു എന്നവൾ അവനോടായി പറഞ്ഞു. ടെറ്റ്സുവോയും സന്തോഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് തന്നെ പിന്തുടരാൻ പറഞ്ഞ് മൈക്കോ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി പോവാൻ തുടങ്ങി. ടെറ്റ്സുവോ മൈക്കോക്ക് പിന്നാലെ ചെന്നു. പക്ഷേ പുറത്തേക്ക് എത്തിയതും അവിടെ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ഒരിടത്തായി മൈക്കോയുടെ അമ്മ ഇരുന്ന് കരയുന്നു. അമ്മയ്ക്കടുത്തേക്ക് ടെറ്റ്സുവോ ചെന്നതും അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. ശേഷം അമ്മ തന്നെ ടെറ്റ്സുവോയെ മുറിക്കകത്തേക്ക് കൊണ്ടുപോയി. അവിടെ മൈക്കോ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം മൈക്കോയെ ലോകം വിട്ടുപോയി എന്ന സത്യം മൈക്കോയുടെ അമ്മ അവനോട് തുറന്നു പറയുകയാണ്. ടെറ്റ്സുവോയെ ആകെ തകർക്കുന്നതായിരുന്നു അത്. കുറച്ചു മുമ്പ് താൻ മൈക്കോയെ കണ്ടത് തന്റെ തോന്നൽ മാത്രമായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. മൈക്കോയുടെ കയ്യിലുണ്ടായിരുന്ന അവരൊന്നിച്ചുള്ള ഫോട്ടോസ് അത്രയും ടെറ്റ്സുവോ നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. മൈക്കോയുടെ അമ്മ ഒരു കാര്യം കൂടി അവനോട് പറഞ്ഞു. അവസാന നിമിഷത്തിൽ നീ അണിയിച്ച അവളുടെ കയ്യിലെ റിങ്ങൂരാൻ ഡോക്ടർ ശ്രമിച്ചിരുന്നു. പക്ഷേ അവളതിന് സമ്മതിച്ചില്ല. അതുകൂടി കേട്ടതോടെ ടെറ്റ്സുവോ സങ്കടക്കടലിൽ ആഴ്ന്നുപോയിരുന്നു. അവൻ ആശുപത്രിയിൽ നിന്നിറങ്ങി പുറത്തേക്കോടി. വേദനയാൽ നിറഞ്ഞ മനസ്സുമേന്തി അവൻ ഓടിക്കൊണ്ടേയിരുന്നു. ഓടിയോടി അവൻ എത്തിയത് അവർ പോയ ബീച്ചിലായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ അവർ ഒന്നിച്ചു കളിച്ചിരുന്ന ഗെയിമിൽ അവൾ എഴുതിയിട്ട മെസ്സേജ് അവൻ വായിച്ചു. പ്രിയപ്പെട്ട ടെച്ചാന്, സോറി, എനിക്കിനിയും നിന്നെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നിന്നെ കാണണം എന്ന് ഞാൻ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇനി അത് സാധ്യമാകില്ല. എന്നെ എപ്പോഴും ടേക്ക് കെയർ ചെയ്യുവാൻ, എന്നെ നോക്കുവാൻ നീയുണ്ടായിരുന്നു. ഞാൻ നിന്നെ പ്രണയിക്കുന്നു ടെച്ചാൻ. ആ മെസ്സേജ് വായിച്ചതും അവൻ കരഞ്ഞു പോകുന്നുണ്ട്. എന്നെങ്കിലും ഇത് സംഭവിക്കും എന്ന് ടെറ്റ്സുവോക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇത്ര വേഗത്തിൽ ഇങ്ങനൊന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നതേയല്ല. ഫ്ലാഷ് ബാക്ക് അവസാനിച്ച് കഥ പ്രസന്റിലേക്ക് വരുന്നു. തന്റെ ആദ്യ പ്രണയത്തിന്റെ ഓർമ്മകൾ പേറി ജീവിച്ചുകൊണ്ടിരുന്ന ടെറ്റ്സുവാൻ ഓർമ്മകളിൽ നിന്നുണർന്നു. അവസാനമായി തങ്ങൾ ഒന്നിച്ചുപോയ ബീച്ചിൽ ടെറ്റ്സുവോ ഒന്ന് ചെന്നു നിന്നു. അവിടെ മൈക്കോ നിൽക്കുന്ന പോലെ ആ സമയം അവന് തോന്നുകയാണ്. മൈക്കോ അവൻ അടുത്തേക്ക് വന്നു പറഞ്ഞു, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഞാൻ എപ്പോഴും നിന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. ടെറ്റ്സുവോ തന്റെ കൗമാരപ്രായത്തിലേക്ക് തിരിച്ചു പോകുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു. മൈക്കോയോട് എന്ന പോലെ അവനും പ്രണയം തുറന്നു പറഞ്ഞു. മൈക്കോ പോവാൻ തുടങ്ങിയപ്പോൾ ടെറ്റ്സുവോ അവളുടെ പിന്നാലെ ചെന്ന് അവളെ ചേർത്തു പിടിച്ചു. പക്ഷേ പെട്ടെന്നാണ് അവനത് റിയലൈസ് ചെയ്യുന്നത്. മൈക്കോയെ കാണുന്നതും താൻ സംസാരിക്കുന്നതും ഒക്കെ തോന്നലാണ്. യഥാർത്ഥത്തിൽ താൻ തന്റെ പ്രണയം പറഞ്ഞിരിക്കുന്നതും ഇപ്പോൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും തന്നെ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ഗേൾഫ്രണ്ട് യുകെയാണെന്ന്. യുകെയായിരുന്നു മൈക്കോയെ പോലെ അവനപ്പോൾ തോന്നിയത്. ടെറ്റ്സുവോയിൽ നിന്ന് പ്രണയിക്കുന്നുവെന്ന വാക്കുകൾ കേട്ടതും യുകോയും സന്തോഷത്തിലായിരുന്നു. പഴയ ഓർമ്മകളെ വിട്ട് മൂവ് ഓൺ ചെയ്യുവാൻ ടെറ്റ്സുവോ തീരുമാനിച്ചു. പണ്ട് മൈക്കോക്കൊപ്പം സന്തോഷത്തോടെ സമയം ചിലവഴിച്ച പോലെ യുകക്കൊപ്പം അവൻ സമയം ചിലവഴിക്കാൻ ആരംഭിച്ചു. സന്തോഷത്തോടെ അവർ ജീവിക്കും എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.